ആരെങ്കിലും പാടാമോ പ്രയർ? അതില്ലെങ്കിൽ ഞാൻ പറയാൻ ടീച്ചർ, ഞാൻ തോട്ട് ഓഫ് ദ ഡേ എന്ന് പറയാന്ന് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. പറഞ്ഞോളൂ. Good afternoon, everyone. A prayer. May everyone be happy, healthy, be at peace. All be blessed with love, compassion, and kindness. May we all live in harmony, respect, and understanding. Find strength in our diversity and unity in our shared humanity. Okay. Then thought of the day. Thought of the day ഞാൻ പറയാം. ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. Okay, teacher. Good afternoon, everyone. I am Geeta Anu. Before I share today's thought, I would like to warmly invite our respected Adira teacher, our technical section, Rijo sir, Rakhi ma'am, and all my dear friends to be part of this moment. Let's begin with our day with a positive and inspiring thought that will guide us throughout. Today, May 29, Mount Everest Day. Just like climbing Everest, every great dream begins with a single step. Keep moving upward, even when the path is steep. ഒരു വലിയ സ്വപ്നവും ഒരു ചെറിയ കാലടിയിലാണ് തുടങ്ങുന്നത്. എവറസ്റ്റ് കയറുന്നത് പോലെ പാത കയറ്റമായാലും മുന്നോട്ട് പോകാൻ ശീലിപ്പിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Yes, very good afternoon to all. കുറച്ച് പേരും വന്നു. നമ്മുടെ യൂണിറ്റ് പാർട്ട് 4 നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് എടുത്തു? 1, 2, 3, 4 വരെ 7, 8 വരെയാണ് എടുക്കുന്നത്. ഡെവലപ്മെന്റൽ പ്രൊഫൈൽ എടുത്തിരുന്നോ? ഇല്ല മിസ്. Unit 5 developmental profile. നോക്കാം. ഞാനിതിൽ കയറോ ഇല്ലല്ലോ. It's difficult to give mark on how well a child can run or how many complex sentences a child can speak. In the report card, you will state the improving stage of the child in all the features of the development, phases of the development. This will help the parents confirm what they have themselves been observing and also help the parents pinpoint in which aspects of their child needs more guidance through support. Assistance and enrollment. This type of report card of the child is called a developmental profile of the child. First sentence, it is difficult to give mark on how well a child can run or how many complex sentences a child can speak. നമ്മൾ കുട്ടികൾക്ക് എങ്ങനെ മാർക്ക് കൊടുക്കണത്? എക്സാമിനേഷന് മാർക്ക് കൊടുക്കാം. അല്ലാതെ ഒരു കുട്ടി എത്രത്തോളം ഓടി അല്ലെങ്കിൽ എത്ര വാക്കുകൾ ക്ലാസ്സിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് മാർക്ക് കൊടുക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ആണോ? ആണോ? ടീച്ചർ എന്താ ചോദിച്ചത്? ടീച്ചർ എന്തായിരുന്നു ചോദിച്ചേ? ഒരു കുട്ടി എത്രത്തോളം ഓടി, എത്രത്തോളം റൺ ചെയ്തു, എത്രത്തോളം വാക്കുകൾ സംസാരിച്ചു എന്നതിനൊക്കെ നമ്മൾ മാർക്ക് കൊടുക്കാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ അതെ അതെ. നമുക്ക് അതിനൊരു ഒരു മാർക്ക് കൊടുക്കാമെന്നത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അപ്പൊ എന്താണ് ഈ റിപ്പോർട്ട് കാർഡിലേക്ക് നമുക്ക് പറയാം. In the report card, you will state improving stage of the child in all phases of development. ഒരു റിപ്പോർട്ട് കാർഡ് എന്ന് സൂചിപ്പിക്കുന്നത് കുട്ടികളുടെ എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു കാർഡാണ്? ഇംപ്രൂവിംഗ് സ്റ്റേജ്. കുട്ടിയുടെ വികസന ഘട്ടത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെ, കുട്ടിയുടെ വികസന ഘട്ടത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാർഡാണിത് റിപ്പോർട്ട് കാർഡ്സ് എന്ന് പറയുന്നത്. This will help the parents confirm what they have themselves been observing and also help the parents pinpoint in which aspects the child needs more guidance through support, assistance and environment. അപ്പോൾ ഈ കാർഡ് പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാരന്റ്സിന് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ സാധിക്കും? റിപ്പോർട്ട് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുക?
മാർക്സ് ഉണ്ട്. ഒരു എന്തൊക്കെയായിരിക്കും? റഫീന പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇത് പാരന്റ്സിന് സ്വയം നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിക്കും. കുട്ടികളെ കുറച്ച് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കപ്പാസിറ്റീസ് ഉണ്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ റിപ്പോർട്ട് കാർഡ് നോക്കുന്ന സമയത്ത് ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ കുഞ്ഞ് ചെയ്തിട്ടുണ്ടാകുന്നത് ടീച്ചർ വരുമ്പോഴായിരിക്കും നമ്മളത് കാണുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ പോയിന്റ്സിൽ കുട്ടികൾക്ക് ഗൈഡൻസ് നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ പോരായ്മകൾ വരാൻ കുഞ്ഞുങ്ങൾക്ക് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പാരന്റ്സിന്റെ ഒരു പിൻ പോയിന്റ് കാണുന്ന പറഞ്ഞാൽ ചില ഭാഗങ്ങളിലെ ചില വീക്ക് പോയിന്റ്സുകൾ ഉണ്ടാകും കുട്ടികൾക്ക്. പഠിത്തത്തിലായിരിക്കാം, മറ്റ് ആക്ടിവിറ്റീസിലായിരിക്കാം. എവിടെയെങ്കിലും ഒരു പോരായ്മ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യാം, സപ്പോർട്ട് കൊടുക്കാനും സാധിക്കും. ഓക്കെ. അപ്പൊ this type of report card of the child is called a development profile of the child. അപ്പൊ കുട്ടികളുടെ മൊത്തത്തിലുള്ള വികസനത്തിനെ പറ്റി എല്ലാ അസറ്റ്സും വരുന്നുണ്ട്. എല്ലാ അസറ്റ്സും അതുപോലെ അവിടെ വരും. കുട്ടികളുടെ എല്ലാ വശങ്ങളും വികസനത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ആ ഒരു റിപ്പോർട്ട് കാർഡിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ടീച്ചർ ഒബ്സർവ് ചെയ്തതിനു ശേഷം ടീച്ചർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ആ റിപ്പോർട്ട് കാർഡ് വായിക്കുന്ന സമയത്ത് മനസ്സിലാകും. ഓക്കെ. അപ്പൊ ഒരു റിപ്പോർട്ട് കാർഡിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുട്ടിയുടെ ടോട്ടലി ആയിട്ടുള്ള എല്ലാ വശങ്ങളുടെയും എല്ലാ ആസ്പെക്ട്സും, കുട്ടിയുടെ എബിലിറ്റീസ്, സ്കിൽസ്, ടാലന്റ്സ് അല്ലെങ്കിൽ മറ്റ് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു പ്രൊഫൈലാണ് എന്താ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ റിപ്പോർട്ട് കാണുന്നതിന് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. യെസ്. മനസ്സിലായോ എന്താണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന്? ക്ലിയർ ആയോ? കേൾക്കുന്നില്ലേ? യെസ് ടീച്ചർ, ക്ലിയർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു കുട്ടികളുടെ ടോട്ടൽ ഡെവലപ്മെന്റ്സ് ആണ് ഇതിൽ നോക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ് ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ അതിലെ മെയിൻ ആസ്പെക്ട്സ് ആയിട്ട് വരുന്നു നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എബിലിറ്റി ഇൻ ടേംസ്. അപ്പൊ ഓരോ ഭാഗങ്ങൾ, ഓരോ ആസ്പെക്ട്സിലെ കുട്ടികളുടെ എബിലിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ ഭാഗങ്ങൾ, ഓരോ ഘട്ടം, ഓരോ സ്റ്റേജസ് ആയിട്ട് നമുക്ക് തിരിക്കാതെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസ്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ സ്റ്റേജസും അവിടെ വരുന്നുണ്ട്. നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ പേരാണ് കംപ്ലീറ്റ്ലി എന്ന് നോക്കി. നിങ്ങൾ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ കുട്ടികളുടെ ഇതിൽ നിന്ന് ഓരോ ഭാഗങ്ങളാണ് നോക്കുന്നത്. ഇപ്പൊ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിൽ എത്രത്തോളം കുട്ടിക്ക് വികാസം സാധിച്ചിട്ടുണ്ട്, ആദ്യത്തെ ആസ്പെക്ട്സ് അത് നോക്കുന്നു. ഓക്കെ ആണെങ്കിൽ കുട്ടി ഓക്കെ ആണ്, അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നു, റിപ്പോർട്ട് കാർഡിലൊക്കെ രേഖപ്പെടുത്തുന്നു. ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ്, കുട്ടികളുടെ ശാരീരികപരമായിട്ടുള്ള വികസനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഓരോ ഏജിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേജസിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് കാർഡിൽ ടീച്ചേഴ്സ് രേഖപ്പെടുത്തുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വൈജ്ഞാനികപരമായിട്ട്, ബുദ്ധിപരമായിട്ട്, ഇന്റലിജന്റ് ആയിട്ട് കുട്ടികൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ഭാഗത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കുട്ടികളിലെ ഭാഷാ വികസനത്തെ കുറിച്ചിട്ട് എത്രത്തോളം കുട്ടികൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നല്ല രീതിയിൽ ലാംഗ്വേജസ് ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു പർപ്പസിനായിട്ട് എങ്ങനെ കുട്ടി ഭാഷ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ. യെസ്. അത്തരം കാര്യങ്ങളാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഉൾപ്പെടുത്തുന്നത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വരാം. മ്യൂസിക് ആർട്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൽ വരും. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് എബിലിറ്റി ഇൻ ടേംസ്. അതായത് ഈ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ ഡെവലപ്മെന്റൽ കാർഡിലെ കുട്ടിയുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കൊടുത്തിട്ട് അതിൽ കുട്ടി ഇമോഷണൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് കുട്ടി എത്രത്തോളം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇതിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. ഫിസിക്കൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്
കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഇതെല്ലാം എന്താണ് ഹെഡ് പോയിന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഹെഡ് പോയിന്റ്സിന്റെ അകത്ത് കുട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ഓരോ മേഖലയിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആ റിപ്പോർട്ട് കാർഡിൽ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തൊക്കെ നോക്കുന്നു നമ്മള് റിപ്പോർട്ട് കാർഡിൽ എഴുതുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞ റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ഒബ്സർവേഷൻ ചാർട്ട് ആണിത്. ഇങ്ങനെയായിരിക്കും ഇത് രേഖപ്പെടുത്തുന്നത്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു കുട്ടികളുടെ? ഒന്ന് വായിച്ചത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ number skills, rewriting, basic concepts, color and shape. Basic concepts such as എന്തൊക്കെയാണ് concepts like color and shape concept. Okay, yes. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയൊക്കെ എന്തൊക്കെ നോക്കിയിട്ടാണ്? പ്രീ നമ്പർ സ്കിൽസ് അല്ലെ, കുട്ടികളിലെ നമ്പർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിൽ അത് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നു. എവിടെ? ഡെവലപ്മെന്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. പ്രീ റൈറ്റിംഗ് സ്കിൽസ്, കുട്ടികളെ റൈറ്റിംഗ് സ്കിൽസിൽ ഏബിൾ ആണോ, നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ എഴുതുന്നുണ്ടോ എന്നുള്ളത് രേഖപ്പെടുത്തുന്നത്. ബേസിക് കോൺസെപ്റ്റുകൾ, കളർ ചെയ്യാം, ചില കളർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഷീറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമല്ലോ, അപ്പൊ അതൊക്കെ കംഫർട്ടബിൾ ആയിട്ട് കുട്ടി പൂർണ്ണമായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് കാർഡിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, എന്നാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വരുന്ന എന്തൊക്കെയാണ്? അപ്പോൾ പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കോൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷീറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അടുത്തത് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുട്ടികളുടെ ലിസണിങ് സ്കില്ലാണ് ഓറൽ എക്സ്പ്രഷൻസ് വഴി അല്ലെ. ലിസണിങ് സ്കിൽസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുട്ടികൾ കൃത്യമായ രീതിയിൽ ലിസൺ ചെയ്യുന്നുണ്ടോ? ദെൻ ഓറൽ എക്സ്പ്രഷൻസ്, സ്റ്റോറി പറയുന്ന സമയത്ത് ഒരു സ്റ്റോറി ടീച്ചർ പറഞ്ഞു, ടീച്ചറോട് സ്റ്റോറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളത് അറ്റൻഷനോടെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ഓക്കെ, കേട്ടിരുന്നു. ടീച്ചർ അതിന്റെ ഇടയിൽ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ മുയൽ എങ്ങോട്ടാണ് പോയത്, മുയൽ എന്താണ് കണ്ടത് ചോദിക്കുമ്പോ ലിസൺ ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? ആൻസർ പറയും. ആൻസർ പറയും. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ, എക്സ്പ്രഷൻ അവിടെ വരുന്നുണ്ട്. അല്ലാത്ത കുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കും അല്ലെ, അവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റോറിയിൽ നിന്നുള്ള ഭാഗങ്ങൾ എടുത്ത് തിരിച്ച് പറയാനായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക് ഇല്ലാണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കാറ്റഗറീസ്, രണ്ട് കാറ്റഗറീസും വരും അല്ലെ. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും, റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ സ്റ്റോറീസ് മാത്രമല്ല പോയംസ്, മറ്റ് ആക്ടിവിറ്റീസുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്സിമം കുട്ടികളുടെ ഭാഷാ വികസനം ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ക്ലാസ് മുറിയിൽ കൊടുക്കുന്നു. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസില് മ്യൂസിക്, സിംഗിങ്, ഡ്രോയിങ്, പെയിന്റിംഗ്. music, singing, drawing, or painting, or craft, drama, role play, making up a strong poem or game or toy, etc. ക്രിയേറ്റീവ് ആയിട്ട് ചേർന്ന എല്ലാ കാര്യങ്ങളും അല്ലെ. ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ടാലന്റഡ് ടാലൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു കറക്റ്റ് ആയിട്ട് ആക്ട് ആക്കുന്ന ഒരു വഴി എന്ന് പറയുന്നതാണ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. മ്യൂസിക്, അപ്പൊ ഓരോ ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ അവർ ഏതിലാണ് പ്രാവീണ്യം കാണിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാടുന്നവരുണ്ടാവാം, ചെറിയ പാട്ട് വരെ നല്ല രീതിയിൽ വളരെ ആസ്വാദപൂർവ്വമായിട്ട് പാടി നല്ല ശബ്ദത്തോടെ പാടുന്നവരുണ്ട്. അതുപോലെ നല്ല രീതിയിൽ പെയിന്റ് ചെയ്യുന്നവരുണ്ടാവാം. ക്രാഫ്റ്റുകൾ, ക്രാഫ്റ്റുകൾ, പല സാധനങ്ങള് ടോയ്സ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ ചില കുട്ടികൾക്ക് അഭിനയിക്കാനായിരിക്കും കഴിവുണ്ടാവുക അല്ലെ. പലരിലും പല ഡിഫറൻസുകൾ വരുന്നത്. അഭിനയിക്കാൻ റോൾ പ്ലേസ് കൊടുക്കുമ്പോൾ റോൾ പ്ലേ കൊടുക്കുന്ന സമയത്താണ് ശരിക്കും ടീച്ചേഴ്സ് കുട്ടികളിൽ അഭിനയിതാവ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് അല്ലെ. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ റോൾ പ്ലേസ്, ആക്ഷൻ സോങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ നല്ല ഭംഗിയായിട്ട് ചെയ്യും അല്ലെ. നല്ല രസമായിരിക്കും നമുക്കത് കാണാൻ തന്നെ. ശരിക്കും ആ കൊടുക്കുന്ന ആക്ടർ ആയിട്ട് അവർ മാറും.
അല്ലെ, നല്ല ആക്ടർ ആയിരിക്കും. അതായത് കൊടുക്കുന്ന കഥാപാത്രം എന്താണോ, ഇപ്പൊ ഒരു നല്ലൊരു പൂവായിട്ടാണ് അഭിനയിക്കാൻ പറയുകയാണെങ്കിൽ പൂവിന്റെ അത് എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ കണ്ണിലൂടെയും ചിരിയിലൂടെ ഒക്കെ അവർക്ക് വരുത്താൻ സാധിക്കും. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല അവരിൽ നിന്ന് എന്ത് മനസ്സിലാകാതെ അവർ നല്ലൊരു ഭാവിയിൽ നല്ലൊരു ആക്ടേഴ്സായി മാറുന്നുള്ളൊരു നമുക്ക് ഒരു ഏകദേശം ഒരു തോന്നലുണ്ട് അല്ലെ, നമുക്ക് മനസ്സിലാവും അവരുടെ അഭിനയ ഭാവങ്ങൾ കാണുന്ന സമയത്ത്. അതേപോലെ തന്നെ പോയംസ് ഉണ്ടാകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഗെയിം, ടോയ് ഇതിലൊക്കെ എക്സ്പ്രസീവ് ആയിട്ട് ഇടപെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നമുക്ക് കുട്ടികൾ എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ റിപ്പോർട്ട് കാർഡിൽ അത് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. എന്ന് എന്തൊക്കെയാണ്? സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ എങ്ങനെ ടീച്ചേഴ്സിനെ തിരിച്ചറിയാൻ പറ്റും? ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്പോർട്സിലൂടെയൊക്കെ പറ്റും. എന്തോ കളികളിലൂടെ, സ്പോർട്സിലൂടെ. സ്പോർട്സിലൂടെ. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും പറ്റില്ലേ ഫിസിക്കൽ ഡെവലപ്മെന്റ് അറിയണമെങ്കിൽ? ഇവിടെ സ്പോർട്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കുട്ടികളെ ഫിസിക്കലുള്ള ഒരു ഗ്രോത്ത് കൂടെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ടീച്ചറുകളോട് നോക്കുന്നു. ഇപ്പോൾ ചില സ്കൂളുകളിൽ വെയിറ്റ് സൈസ് ഒക്കെ നോക്കുന്ന സ്കൂളുകളുണ്ട് അല്ലെ. ഇന്ന പ്രായത്തിൽ ഇത്ര ഏജസിൽ ഇത്ര സൈസും വെയിറ്റ്സ് ഉണ്ടായിരുന്നു, ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ നോക്കുന്ന സ്കൂളുകളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ അവിടെ മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ് നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് മാത്രമല്ല, അല്ലാത്ത പക്ഷം എന്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കാണിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമ്മൾ പ്രീ നമ്പർ സ്കിൽസുകൾ, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, പിന്നെ ബേസിക് കോൺസെപ്റ്റുകൾ, കളറിംഗ്, പെയിന്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ലിസണിംഗ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസിലാണ് ഏറ്റവും കൂടുതൽ ടാലൻസ് കുട്ടികളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അല്ലെ. യെസ്, മ്യൂസിക്, ഡ്രോയിങ്, ക്രാഫ്റ്റ്, then poem, games or toys. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ആരാണ് മനസ്സിലാക്കുന്നത് ഒരു ക്ലാസ് മുറിയിലെ? അധ്യാപകരാണ്. ടീച്ചേഴ്സ് ആണ് ഡെവലപ്മെന്റ് പ്രൊഫൈല് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തയ്യാറാക്കേണ്ടി വന്നെന്നിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സാമ്പിൾ പേജ് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ സാമ്പിൾ പേജ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, sample of page of observation of child. ഒരു അധ്യാപക കുട്ടി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഡെവലപ്മെന്റ് പ്രൊഫൈൽ നമ്മൾ കുട്ടികളെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അത്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്, ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് എന്താണ്? നെയിം, കുഞ്ഞിന്റെ നെയിം, ഏജ്, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഫാദേഴ്സ് നെയിം ആൻഡ് occupation, മദേഴ്സ് നെയിം ആൻഡ് occupation, ചൈൽഡ് വെയിറ്റ്, height, physical and motor development, social emotional development. ഇവിടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ എന്നൊരു എഴുതി ചേർക്കണം കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഇതാണ് ഒരു സാമ്പിൾ പേജ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ സാമ്പിൾ പേജ് ആണ് കേട്ടോ. അപ്പൊ ഈ സാമ്പിൾ പേജസിൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നായിരിക്കും ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. യെസ്, നിങ്ങളുടെ നാട്ടില് മഴയൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര മഴയാണ് ടീച്ചർ. ഇന്നലെ കുറച്ച് ക്ലൈമറ്റ് കുറച്ച് നല്ലതായിരുന്നു, ഇന്ന് മഴയുണ്ട്. കാറ്റാണ് ഏറ്റവും കൂടുതൽ. കാറ്റുണ്ടോ? കാറ്റ് ഇന്നില്ല ടീച്ചർ, ഇന്ന് കുറവാണ്. നമുക്ക് ഇവിടെ മഴ തുടങ്ങിയപ്പോ തുടങ്ങി ഏറ്റവും കൂടുതൽ കാറ്റാണ്. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ സാധാരണ കാറ്റല്ല, മരങ്ങൾ തെങ്ങ് വരെ ആടി വീഴുന്ന തരത്തിലാണ് കാറ്റ് വീശുന്നത്. ഈ പ്രാവശ്യം ഇത്രയ്ക്ക് കാറ്റുണ്ടാകും. മഴയുണ്ട്, നല്ല വെള്ളമുള്ള മഴയാണ്. പക്ഷെ ഒറ്റ പെയ്ത്തിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നല്ല കാറ്റും മഴയും കൂടി അതിശക്തമായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്.
യെസ് ടീച്ചർ, KCV ക്കാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കാരണം ഒരു ദിവസം തന്നെ അവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിരുന്നു. 71 lakhs. ഇപ്പൊ കുറവായി. ഈ ഒരു മന്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇതൊന്ന് കടന്നു പോകാന്നുള്ളത് അല്ലെ? യെസ് ടീച്ചർ, പക്ഷെ പണ്ടൊന്നും ഇത്ര കാറ്റുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഫുള്ള് മരങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്നതും ഇലക്ട്രിസിറ്റി കറണ്ട് പോകുന്നതും. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. മഴ നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കാറ്റ് വന്നു കഴിഞ്ഞാൽ റോഡിൽ കൂടി പോകുന്ന 2 വീലേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. കാറ്റ് വന്നിട്ട് പലരും മറിഞ്ഞു വീഴുന്നവരുണ്ട്. ലേഡീസിനൊക്കെ ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലേഡീസിനാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ടീച്ചർ ഡ്രൈവ് ചെയ്യോ? ടീച്ചർ ഡ്രൈവ് ചെയ്യോ? ചെയ്യും. സ്കൂട്ടറുണ്ട്. അതെ അല്ലേ. അശ്വതി ടീച്ചറോട് അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിട്ട്. അശ്വതിക്ക് അറിയാം. നമ്മുടെ മറ്റേ അശ്വതിയല്ലേ? അല്ല, നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ അല്ല, മറ്റേ അശ്വതി ടീച്ചർക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ 2019 ലൈസൻസ് എടുത്തതാണ്. ആണല്ലേ? ഞാൻ 2018. സീനിയോറിറ്റി എനിക്കാണ്. ഇത് ഏത് വണ്ടി ഓടിക്കുന്നത്? എന്റേത് കാറാണ്, ഹ്യുണ്ടായി വർണ്ണ. 2 വീലർ അറിയില്ല, ഞാൻ 4 വീലർ ആണ് പഠിച്ചത്. എനിക്കറിയില്ല, 2 വീലർ ആണ്. 2 പഠിച്ചു. അതെ, അത് നമുക്ക് സിംഗിൾ ട്രാവലിംഗ് ഒക്കെ 2 വീലർ ആണ്. പാർക്കിങ്ങിന്റെ മെയിൻ പ്രശ്നം, കാർ എടുത്തിട്ട് പോകുമ്പോ ഭയങ്കര പാർക്കിംഗ് പ്രശ്നമാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോഴും ഡ്രൈവ് ചെയ്യാറുണ്ടോ? ടീച്ചർ, ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ തന്നെയാണ് ഹസ്ബൻഡ് എയർപോർട്ടിൽ നിന്ന് വരുമ്പോ കൂട്ടാൻ പോകുന്നതും കൊണ്ടുവിടുന്നതും ഒക്കെ. ശരി. നമുക്ക് നെക്സ്റ്റ് ടൈം ടേബിൾ നോക്കാം. The timetable is a detailed plan showing the schedule of time allocation to various subjects and activities. Usually, the timetable is prepared for a week to be repeated, or the work in the school is carried out systematically in tune with the timetable. Outstanding working of a school depends on a suitable timetable. Hence, the timetable is said to be the second school clock. Yes. എന്താണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? ഒരാഴ്ചത്തേക്കുള്ള റൂട്ടീൻ, എങ്ങനെ ക്ലാസ്, എത്ര പീരീഡ്, അതിന്റെ ടൈം എല്ലാം. ഓക്കെ, അതൊരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് അല്ലെ? ടൈം അലോക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ദേശം. സ്കൂൾ മാത്രമല്ല, നമുക്ക് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ടൈം ടേബിൾസ് ഉപയോഗിക്കുന്നത്. മറ്റേത് ടൈം പീരീഡ്സുകൾ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ സ്കൂളിൽ ശരിക്കും ടൈം ടേബിളിന്റെ ആവശ്യകത ഉണ്ടോ? എസെൻഷ്യൽ ആണ് അല്ലെ? ഒരിക്കലും നമുക്ക് ഒഴിച്ചുവിടാനാത്തൊരാണ്. ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സ്പെസിഫിക് കറക്റ്റ് വർക്കിംഗ് നടക്കുക. അതാണ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ? പ്ലാൻ ആണ്, ഏതൊക്കെ പീരീഡില് എങ്ങനെ അറേഞ്ച്മെന്റ്സ് നടത്തണം. അതായത് ഒരു 1 വീക്കിലേക്ക് നമ്മൾ ഇത്ര പീരീഡ്സ് വെച്ചിട്ട് ഇത്ര ടീച്ചേഴ്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഓരോ ക്ലാസ്സിനും ഓരോ ടൈം ടേബിൾ. അപ്പൊ ടൈം ടേബിൾ ഇടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യമാണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ടൈം ടേബിൾ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ടൈം ടേബിൾ ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. യെസ്, പ്ലാൻ ഷോയിങ് ദ schedule of time allocation to the various subjects and activities. അപ്പൊ നമ്മള് സബ്ജക്ട്സിന് മാത്രമാണോ ടൈം ടേബിൾ തിരിക്കുന്നത്? സബ്ജക്ട്സിന് മാത്രമാണോ? ബ്രേക്ക് കൊടുക്കാനും, ലഞ്ച് ബ്രേക്ക്, പിന്നെ ഇന്റർവെൽ ടൈംസ്, അതർ ആക്ടിവിറ്റീസിന് PT ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മ്യൂസിക് ക്ലാസ്സസ്, മറ്റു ക്ലാസ്സസിനൊക്കെ എന്താണ് സാൻസ്ക്രിറ്റ്, അങ്ങനെ ഒരു സാൻസ്ക്രിറ്റ് അല്ല, ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് PT ആൻഡ് മ്യൂസിക് ക്ലാസ്സസ് ആണ് അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ സബ്ജക്ട്സ് കൂടാതെ കൊടുക്കുന്ന ആക്ടിവിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി ദ ടൈം ടേബിൾ ഈസ് പ്രിപ്പയർഡ് ഫോർ എ വീക്ക്. നമ്മളിപ്പോ ടൈം ടേബിൾ തയ്യാറാക്കപ്പെടുന്നത് 1 ദിവസത്തേക്കാണോ 2 ദിവസത്തേക്കാണോ? ഒരാഴ്ചത്തേക്ക് നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കുന്നത്. ടു ബി റിപ്പീറ്റഡ്. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നീട് നെക്സ്റ്റ് വീക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അല്ലാതെ അവിടെ മാറ്റങ്ങൾ വരുന്നില്ല.
Then all the work in the school is carried out systematically in tune with the timetable. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർക്കുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ടൈം ടേബിൾ അനുസൃതമായിട്ടാണ് അല്ലെ? ഒരു ടൈം ടേബിൾ ഉണ്ട് ഒരു സ്കൂളിൽ, അതിനനുസരിച്ചിട്ടാണ് ഓരോ വീക്കിലെയും കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അതിൽ എന്തെങ്കിലും വേരിയേഷൻസ്, ഇപ്പൊ നമ്മുടെ ടൈം ടേബിൾ ടീച്ചേഴ്സ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൈം ടേബിൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ ക്ലാസ് പോലും മൊത്തത്തിൽ തകടം പറയും അല്ലെ? ആ ടീച്ചറിന് ഈ ക്ലാസ്സിൽ കേട്ടണം, ഈ ടീച്ചറിന് ആ ക്ലാസ്സിൽ കേട്ടണം, മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചു പോകും. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഒരു ടീച്ചർ ഇല്ലെങ്കിൽ മറ്റൊരു ടീച്ചറിന് അതിനകത്ത് കേൾക്കണമെങ്കിൽ ആ ടീച്ചർ അവിടെ അവൈലബിൾ ആയിരിക്കണം. ആ ടീച്ചറിന് വേറെ പീരീഡ് ഒന്നും വരാൻ പാടില്ല, എന്നാൽ മാത്രമേ മറ്റേ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഇനി ആരും ഇല്ലെന്നാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും അല്ലെ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന എന്തിനാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ കുട്ടികളെ ബഹളം വെച്ച് ഡിസ്റ്റർബ് ആക്കുക അടുത്ത ക്ലാസ്സും. പിന്നെ കൂടാതെ ആ സമയം കൂടെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സ്കൂളിൽ എല്ലാ ജോലികളും എന്താണ്? സബ്ജക്ട് വൈസ് മാത്രമല്ല, എല്ലാ ജോലികളും ടൈം ടേബിളിന് അനുസൃതമായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മള് ആഹാരം കൊടുക്കുന്നത് പോലെ കുട്ടികളുടെ ലഞ്ച് ബ്രേക്ക് ടൈം അല്ലെ? അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ടൈം ആണത്. അതായത് ഇപ്പൊ ലഞ്ച് ടൈമിൽ കുറച്ച് ടീച്ചേഴ്സ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതിനും. മറ്റ് അവര് ഭക്ഷണം കഴിച്ച് വാഷ് ചെയ്ത് തിരിച്ച് ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള ഒരു ടൈം പീരീഡ് ആണ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? അതിനിടയിൽ കുറച്ചൊന്നൊരു ലെക്ചർ ടൈം, ചെറിയൊരു ലെക്ചർ ടൈം മാത്രം കൊടുക്കുന്നു. അതും എന്തിനെ സംബന്ധിച്ചിട്ടുണ്ട്? സ്കൂളിന്റെ ഹോൾ കാര്യങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് നടക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾ സ്റ്റേജ് സെക്ഷനിൽ നടന്ന് നമ്മള് സ്നാക്സ് കൊടുക്കാനായിട്ട് അല്ലെ? കുട്ടികൾക്ക് ഒരു 11:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 10:30 മാക്സിമം 11:15 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്നാക്സ് കൊടുക്കുന്നത്. അതൊക്കെ ഒരു ടൈം ടേബിൾ ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ അവിടുത്തെ ടൈം ടേബിൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ എന്താണ്? ടൈം ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ സ്കൂളിലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, യെസ്. Outstanding work of a school depends on a suitable timetable. Outstanding work of a school depends on suitable timetable. എന്താണ്? ഒരു സ്കൂളിന്റെ മികച്ച പ്രവർത്തനം അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിനെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. നല്ല ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ആ സ്കൂളിന് സാധിക്കും. ഓക്കെ, hence timetable is said to be the second school clock. എന്താണ്? അതിനാൽ ടൈം ടേബിളിൽ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? സ്കൂളിന്റെ രണ്ടാമത്തെ ക്ലോക്ക് ആണ്. ടൈം ടേബിൾ is said to be second school clock. സ്കൂളിന്റെ ഒരു രണ്ടാമത്തെ എന്താണ്? സ്കൂൾ ക്ലോക്ക് എന്നാണ് ടൈം ടേബിളിന് നമ്മൾ അറിയപ്പെടുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കൂട്ടോ. ടൈം ടേബിൾ ഈസ് സെഡ് ടു ബി ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. ടൈം ടേബിളിനെ നമ്മൾ സ്കൂളിന്റെ രണ്ടാമത്തെ ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, മനസ്സിലായോ എന്താണ് ടൈം ടേബിൾ എന്ന്? യെസ് ടീച്ചർ, മനസ്സിലായി. നമ്മൾ പറയാം, വിവിധ വിഷയങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സമയക്രമം കാണിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ടൈം ടേബിൾ എന്ന് പറയുന്നത്. ടൈം ടേബിൾ ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഷോയിങ് ഷെഡ്യൂൾ ഓഫ് ടൈം അലോക്കേഷൻ ടു വേരിയസ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, യൂഷ്വലി ദ ടൈം ടേബിൾ ഇസ് പ്രിപ്പയർഡ് ഫോർ എ വീക്ക്. ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? അത് സാധാരണയായിട്ടത് പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സ്കൂളിലെ എല്ലാ ജോലികളും ടൈം ടേബിളിന് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു നല്ല ടൈം ടേബിള് എന്താണ്? സ്കൂളിന്റെ മികച്ച പ്രവർത്തനം അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിനെ ആശ്രയിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നറിയപ്പെടുന്നതാണ് എന്ത്? ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ നോക്കാം. കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ: ടൈം ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. ടൈം ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ എന്താണ്? സ്കൂൾ ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എന്തിലായിരിക്കുള്ളൂ? ടൈം ടേബിൾ. അവസാനിക്കുന്നത് ടൈം ടേബിൾ. അപ്പൊ സ്കൂൾ ആരംഭിക്കുന്നതിന് ഒരു ടൈം ഉണ്ടാവും, എൻഡ് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടാവും അല്ലെ? 9:30 തൊട്ടുള്ള ഒരു 4 PM അല്ലെങ്കിൽ 3:30 PM വരെ
കറക്റ്റ് ടൈമിംഗ് ആണ് അല്ലെ. 9:30 കറക്റ്റ് ബെല്ലടിക്കുന്നു, 3:30 കറക്റ്റ് ലാസ്റ്റ് എൻഡിങ് ബെല്ലടിക്കുന്നതോടുകൂടി അതിനിടയിൽ പീരീഡുകൾ ഉണ്ട് അല്ലെ, അതിനിടയിൽ ബെൽസുകൾ അടിക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു ബിഗിനിങ് മുതൽ എൻഡിങ് സ്കൂൾ ഡേ അവസാനിക്കുന്നത് വരെ എന്താണ് ടൈം കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് വൺ, ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ് എന്താണ്? ഓരോ പീരീഡിന് ആരംഭം ഉണ്ടാവും, അവസാനം ഉണ്ടാവും അല്ലെ. ഓരോ ഈച്ച് പീരീഡും. അപ്പൊ 9:30 ഫസ്റ്റ് ബെല്ല്, കുട്ടികൾക്ക് ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലാണ് അല്ലെ. ഫസ്റ്റ് ബെല്ലടിക്കും, ഒരു 3 ബെല്ലടിക്കും മാക്സിമം. ഫസ്റ്റ് ബെല്ല്, സെക്കൻഡ് ബെൽ, തേർഡ് ബെല്ലടിക്കും. ചിലത് സെക്കൻഡ് ബെല്ലടിക്കുന്നതുകൊണ്ട് കുട്ടികളെല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ്സിലേക്ക് കയറും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കായിരിക്കും? എത്ര മണിക്ക് തുടങ്ങും ക്ലാസ്? പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് മിസ്സേ. പല രീതിയിലായിരിക്കും. ഇപ്പൊ 10 മണിക്ക് ക്ലാസ് തുടങ്ങിയ എത്ര മണിക്കൂർ വരെ ക്ലാസ് ഉണ്ടാവും? 10:45 വരെ ഉണ്ടാവും. 10:40 വരെ അല്ലെ. അത് ഒരു സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെ. അത് 3/4 മണിക്കൂർ വരാം, അരമണിക്കൂർ വരാം, അങ്ങനെ എങ്ങനെയായിരിക്കും ചിലപ്പോൾ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഓരോ പീരീഡിന് എന്താണ് ഇപ്പൊ 10 to 10:45 ഈച്ച് പീരീഡിന്റെ കറക്റ്റ് ഒരു അളവ് ഇന്റർവെൽസ് ഉണ്ടോ. ദെൻ പിന്നെ നെക്സ്റ്റ് പീരീഡ് തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? 10:45 കഴിഞ്ഞാല് 10:45 to പിന്നെ എപ്പോഴാണ്? 11:30. 11:30. യെസ്. അങ്ങനെ ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്. തുടങ്ങുന്നതിന് ഒരു ടൈം ഉണ്ടായിരിക്കും, ആ പീരീഡ് അവസാനിക്കുന്നതിനും കൃത്യമായ ഒരു ടൈം ഇടവേളകളിൽ വെച്ചിട്ടായിരിക്കും ഒരു ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവസാനിക്കുന്നതും തുടങ്ങുന്നതിന് ഒരു ടൈം ഉണ്ടായിരിക്കും, ആ പീരീഡ് അവസാനിക്കുന്നതിനും കൃത്യ ടൈമിൽ തന്നെ ആയിരിക്കുള്ളൂ ആ കറക്റ്റ് ആയിട്ട് ബെല്ലടിക്കുന്നത്. ഓക്കെ, ഇനി subjects and activities offered during a specific period, specified period. Subjects and activities offered during a specified period. എന്താ പറയുന്നത്? വായിച്ചു നോക്കിയത്. ഒരു നിശ്ചിത സമയത്തിലാണ് സബ്ജക്ട് എടുക്കേണ്ടത്, അതിനുള്ള ആക്ടിവിറ്റി നടത്തേണ്ടത്. യെസ്, നമുക്കൊരു പീരീഡ് തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പീരീഡില് ടീച്ചറിന് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെ. പോർഷൻസ് എടുക്കുക, കുട്ടികളെ പോർഷൻസ് പറഞ്ഞു കൊടുക്കുക, കുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, അതിനൊരു റിസൾട്ട് ഉണ്ടാകും. ആക്ടിവിറ്റി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം കുട്ടികളെ കൊണ്ട് അല്ലെ. സബ്ജക്ട്സ് മാത്രം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അത് നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് അങ്ങനെയാണ് ഒരു പീരീഡ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഈ ഒരു പീരീഡ് അനുസരിച്ച് പോയാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും തീർക്കാൻ പറ്റുള്ളൂ. എക്സാമിന് മുമ്പ് പോർഷൻസ് തീർക്കുന്ന ആ ഒരു കടമ്പയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ എക്സാമിനനുസരിച്ച് അല്ലെ. യെസ്, അപ്പൊ ഒരു പീരീഡ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പീരീഡ് ടീച്ചറിന് തന്നത്. അപ്പൊ കണ്ടന്റ് അവതരിപ്പിക്കുകയും വേണം, അതോടൊപ്പം തന്നെ എന്താണ്, എന്ത് ആക്ടിവിറ്റിയാണ് കുട്ടികളെ ചെയ്യിപ്പിക്കാനുള്ളത്, ആക്ടിവിറ്റി നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, യെസ്. Subjects and activities offered during a specified period. ഓരോ പീരീഡിനനുസരിച്ച് ഓരോ സബ്ജക്ട്സ് ബേസ്ഡ് ആയിരിക്കും ഓരോ പീരീഡുകൾ അല്ലെ. യെസ്, ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന പീരീഡ് ഏതായിരിക്കും? കുട്ടികൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യേണ്ടി വരുന്ന ഒരു സബ്ജക്ട് ഏതായിരിക്കും? മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ ആയിരിക്കും അല്ലെ. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഏറ്റവും മാത്സ് ആയിരിക്കുള്ളൂ കുട്ടികളെ കൊണ്ട് പ്രോബ്ലംസ് പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. യെസ്, എന്താണ് നിശ്ചിത കാലയളവിൽ വാഗ്ദാനം ചെയ്യുന്ന വിഷയങ്ങളും പ്രവർത്തനം. ഓരോ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ആ പീരീഡിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നതിനെ ടൈം ടേബിളിൽ ആശ്രയിച്ചിട്ടുണ്ട്. ടൈം ടേബിളിന്റെ ഒരു പ്രധാന കണ്ടന്റ് ആണ് അത്. ഫോർത്ത് വൺ, days on which each subject and each activity is to be handled. എന്താണ്? days on which each subject and each activity is to be handled. അതായത് ഓരോ വിഷയവും ഓരോ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യേണ്ട ദിവസങ്ങൾ ഉണ്ടാവും. അത് ഏത് സബ്ജക്റ്റ് ആയിരിക്കും? മേജർ സബ്ജക്റ്റ് ഒക്കെ ഡെയിലി കാണും, മാത്സ് ഒക്കെ. പക്ഷെ
കോൺവെർസേഷൻ, GK അങ്ങനെയുള്ള മൈനർ സബ്ജക്റ്റ് 1-2 ദിവസങ്ങളെ കാണുള്ളൂ. കാണുള്ളൂ അല്ലെ? പ്രത്യേകിച്ച് നമുക്ക് കമ്പ്യൂട്ടർ പറയാം അല്ലെ? കമ്പ്യൂട്ടർ ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. അതുപോലെ GK, മോറൽ സയൻസ്, അതർ മറ്റ് ഡ്രോയിങ്, നീഡിൽ വർക്ക്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചില ദിവസങ്ങളിൽ മാത്രം. ഇപ്പൊ വീക്കെൻഡിൽ ഉണ്ടാവുള്ളൂ ചിലപ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ദിവസം ഉണ്ടാവില്ല, ഫസ്റ്റ് ഡേ മൺഡേ ട്യൂസ്ഡേ ഉണ്ടാവില്ല. വേണമെങ്കിൽ വെനസ്ഡേ ഒരു വൈകിട്ടത്തെ ഒരു പീരീഡ് അല്ലെ, ഏറ്റവും ലാസ്റ്റ് പീരീഡിൽ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ തേഴ്സ്ഡേ ലാസ്റ്റ് അവർ, അല്ലെങ്കിൽ ഫ്രൈഡേ എന്തായാലും മസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഓരോ ദിവസം ചില പീരീഡുകൾ, ചില സബ്ജക്റ്റുകൾ ചില ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ടൈം ടേബിൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ബുധനാഴ്ച അല്ലെങ്കിൽ വെനസ്ഡേ എന്താണ് ഡ്രോയിങ് ഉണ്ടായിരിക്കും, മ്യൂസിക്, ഓക്കെ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല. PT ഇത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. ഇത് മാത്രമൊന്നല്ല, അത് ഏതെങ്കിലും ഒരു ദിവസത്തെ ടൈം ടേബിളിലെ പീരീഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡില് ഫോർത്ത് പീരീഡ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ്, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫസ്റ്റ് പീരീഡ്. ഉച്ചക്ക് ഫസ്റ്റ് പീരീഡ് ആരംഭിക്കുന്നത് ചിലപ്പോൾ PT ക്ലാസ്സോടുകൂടി ആയിരിക്കും. അങ്ങനെയും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ അടുത്തത് എന്താണ്? Names of the teachers in charge of each division of each standard. Name of the teachers in charge of each division of each standard. ടൈം ടേബിൾ മറ്റെന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഓരോ ക്ലാസ്സിലെയും ഡിവിഷനിലെയും അധ്യാപകരുടെ പേരുകൾ. യെസ്, വെരി ഗുഡ്. ഓരോ വിഷയവും അല്ലെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡിലെ ഓരോ ടീച്ചേഴ്സ്, ഇൻചാർജ് ഉള്ള ടീച്ചേഴ്സിന്റെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. അതിനനുസരിച്ച് മാത്രമേ ഇന്ന ക്ലാസ്സിൽ ഏത് ടീച്ചറാണ്, ഏത് ക്ലാസ്സിൽ ആ ടീച്ചറാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അവരുടെ പേരും ഡിവിഷനും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്. റൂം ഇൻ വിച്ച് ക്ലാസ് മീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ക്ലാസ് കൂടി വരുന്ന റൂം എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സിനാണ് വേറെ ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവരാറ്? ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, മലയാളം, അറബിക്, ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ്, അറബിക്, സംസ്കൃതം, സാൻസ്ക്രിറ്റ്, ഉറുദു, ഇതൊക്കെ അല്ലെ. അപ്പൊ ചില ക്ലാസ് കുട്ടികൾ മലയാളം പഠിക്കുന്ന ചിലപ്പോൾ മലയാളം എന്നുള്ള ക്ലാസ് ആയിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് വേറെ ക്ലാസ്സിലേക്ക് പോകുന്നില്ല. മറ്റു കുട്ടികൾ എന്താണ് ആ ക്ലാസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ സാൻസ്ക്രിറ്റ് ആണെങ്കിൽ വേറൊരു ക്ലാസ്സിലായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലെ. സാൻസ്ക്രിറ്റ് വേറെ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യണം. ഹിന്ദി വേറൊരു ക്ലാസ്സിലായിരിക്കും. മലയാളം സെക്കൻഡ് ലാംഗ്വേജ് വേറെ ക്ലാസ്സിൽ. എല്ലാത്തിനും എന്താണ് ഓരോ 2 ക്ലാസ്സുകൾ അവിടെ കൂടിച്ചേരാണ് അല്ലെ. അപ്പൊ അങ്ങനെ 2 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് പ്രത്യേക ടൈം ടേബിൾ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ സാൻസ്ക്രിറ്റിന്റെ പീരീഡ് നിങ്ങൾ ആ ക്ലാസ്സിലായിരിക്കണം പോയിരുന്നത് അല്ലെ. നമ്മൾ പഠിച്ച സമയത്തൊക്കെ അങ്ങനെയാണ് പോയിരുന്നത് അല്ലെ. യെസ് ടീച്ചർ, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അങ്ങനെയായിരുന്നു. ഞാൻ മലയാളമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ നമ്മൾക്ക് പോണ്ട, ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതി. എക്കണോമിക്സിലെ കുട്ടികളൊക്കെ പല സൗഹൃദങ്ങളൊക്കെ കൂടി ചേർന്നത് അങ്ങനെയാണ്. പല ക്ലാസ്സിലും പല ഡിപ്പാർട്ട്മെന്റിലും കുട്ടികൾ വരും. ശരിയാണ്, ഡിഗ്രിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ മിക്ക ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ശരിയാണ് കൂടുതൽ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിള്ളേർ വരും. മലയാളം ആയതുകൊണ്ട് തന്നെ കുറെ പേരുണ്ടാവും. വെറുതെ വന്നിരിക്കാലോ, കേട്ടിരിക്കാലോ. ഓക്കെ, ഗീത മലയാളം വരുന്നോ സെക്കൻഡ് ലാംഗ്വേജ്? യെസ് ടീച്ചർ, ഞാൻ മലയാളമായിരുന്നു. എനിക്ക് മാർക്ക് സ്കോർ ഞാൻ ചോദിക്കട്ടെ, ഗുരുസാഗർ എന്ന് പറഞ്ഞ നോവൽ പഠിച്ചിട്ടുണ്ടോ? OV വിജയന്റെ? ഇല്ല ടീച്ചർ, അതൊന്നും ആയിരുന്നില്ല നമ്മൾക്ക് ഉണ്ടായിരുന്നത്. നമ്മൾക്ക് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു. പിന്നെ P കുഞ്ഞിരാമൻ നായർ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, അങ്ങനെ അവരുടെ ഒക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. ഗുരുസാഗരം ഒരു നാടകമാണത്, ഒരു നോവൽ ബേസ് നാടകമാണ്. നല്ല രസമാണത്. OV വിജയന്റെ ആണത്. ഇപ്പോഴൊന്നും എനിക്ക് ആ ടീച്ചർ ക്ലാസ് എടുത്തത് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ മഹാരാഷ്ട്ര പഠിച്ചത്, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓ ടീച്ചർ, മഹാരാജാസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. കോളേജ്, മഹാരാജാസ് കോളേജിന്റെ മുമ്പിലെ സുഭാഷ് പാർക്ക് ഇയേഴ്സിന്റെ രജത ജൂബിലി വർഷങ്ങൾ വാർഷികാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് പോയിരുന്നു. പോകാൻ പറ്റില്ല, മഴയായതുകൊണ്ട്. ഒരു 7 ഡേയ്സിന്റെ പ്രോഗ്രാമാണ്. നല്ലൊരു കലാലയം, അത്രയും നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്.
അവിടെ പോകുന്നതിന് മുമ്പിലേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു മക്കളോട് ഇത് എന്റെ ടീച്ചർ പഠിച്ച കോളേജാണ് എന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് മറ്റേ ജഗദീഷ് ഒക്കെ ലെക്ചർ അവിടെ ആയിരുന്നില്ലേ മഹാരാജാസ് കോളേജിൽ. മമ്മൂട്ടി, അതെ, അവരുടെ പേരൊക്കെയാ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ആതിര ടീച്ചറുടെ പേര് പറയായിരുന്നു. അമ്മയുടെ ടീച്ചർ പഠിച്ച കോളേജാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാണാൻ പറ്റും അല്ലെ? കോളേജ് ഫുള്ള് കാണാൻ പറ്റും. യെസ്, റോഡ് ഇങ്ങനെ കവർ ചെയ്ത പോകുന്നുണ്ട്. എറണാകുളത്ത് പോയതൊക്കെ അറിയാൻ പറ്റും. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എറണാകുളം. അവിടെ തൊട്ട് ഫ്രണ്ടിൽ പാർക്കാണ്. പിന്നെ ആർട്സ് കോളേജ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് ലോ കോളേജ്, സെൻട്രാസ് കോളേജ് ഒക്കെ. സെൻട്രാസ് കോളേജിലാണ് നമ്മുടെ ജിഷാൻസ് പഠിച്ചത്. എന്റെ കോളേജിൽ ഇപ്പോഴത്തെ കോളേജ് മഹാരാജ് കഴിഞ്ഞ ലോ കോളേജാണ്. ലോ കോളേജ് കഴിഞ്ഞ സെൻട്രാസ്. 3 കോളേജ് അടുപ്പിച്ചാണ്. മഹാരാജിലും പഠിച്ചിട്ടുണ്ട് മമ്മൂട്ടി, ലോ കോളേജിലും പഠിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മച്ചി പഠിച്ചിരുന്നത് സെന്റ് തെരേസാസിലാണ്. ഓക്കെ ഓക്കെ. നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയത്? ഓരോ ഈച്ച് ക്ലാസ്മേറ്റ്സ്. ഓക്കെ, യെസ്. ഇനി 7th വൺ എന്താണ്? ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് റെസസ് പീരീഡ്. റെസസ് പീരീഡ് എന്താണ്? ബ്രേക്ക്, ഇടവേള. ബ്രേക്സ്. നമ്മൾ ബ്രേക്സ് എപ്പോഴാണ് ക്ലാസ് റൂമിൽ കൊടുക്കാറ്? ഇത് 10 മിനിറ്റ് ഇടവേള കൊടുക്കും. പിന്നെ ലഞ്ച് ബ്രേക്ക്. ഒന്ന് നമ്മുടെ രാവിലത്തെ ഇന്റർവെൽ അല്ലേ, 10:30 ഉള്ളതല്ല. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്ക്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഇന്റർവെൽ ടൈം ഉണ്ടാവും. യെസ് ടീച്ചർ, ആഫ്റ്റർ 2 minutes ഇന്റർവെൽ ഉണ്ട്. അല്ലെ, ഒരു 3:15 ഒക്കെ ആവുമ്പോൾ ഒരു ബെല്ലും കൂടി അടിക്കും. ഓക്കെ, 4 മണി വരെയുള്ള ക്ലാസ് ഒക്കെയാണ്. ഓക്കെ, ശരിക്കും അങ്ങനെ ബെല്ലിന്റെ കാര്യം പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ഒരു യാത്ര പോയ പോലെ തോന്നുന്നുണ്ട് അല്ലേ? യെസ്, തീർച്ചയായും. അങ്ങനെ എവിടെയൊക്കെയോ ഓടി മനസ്സ്. ഇവിടേക്ക് ഓടിപ്പോയി. പഴയ കാലഘട്ടത്തിലേക്ക് നൊസ്റ്റാൾജി അടിച്ചു എല്ലാവർക്കും. ഇപ്പൊ മഴയുമായതുകൊണ്ട് സ്കൂളിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും അല്ലെ? സ്കൂളിൽ പണ്ട് മഴക്കാലത്ത് പോയിരുന്നത്. ആ ടീച്ചർ ഇപ്പൊ ഓർമ്മ വരുന്നത് അന്നൊന്നും മഴക്ക് നമ്മൾക്ക് ഒരിക്കൽ പോലും ലീവ് കിട്ടിയിരുന്നില്ല അല്ലെ? പക്ഷെ മഴ പെയ്യുമ്പോ എപ്പോഴും ലീവാ. ഇനിയിപ്പം June 2 സ്കൂൾ തുറക്കുമെന്ന് തന്നെ അറിയില്ല ഇങ്ങനെ മഴയാണെങ്കിൽ. അന്ന് പക്ഷെ നമ്മളുടെ കാലഘട്ടത്തിലത്തെ പോലെ അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലെ? എന്തായാലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത്, പക്ഷെ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്നൊന്നും മനുഷ്യന് അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല ഭൂമിക്ക് മേലെ അല്ലെ? ഇത്ര വലിയ ബിൽഡിങ്സോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മളുടെ പഴമക്കാർ ഒരുപാട് കാലം അത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ടെന്തോ 99 എന്തോ വെള്ളപ്പൊക്കം ഉണ്ടായി മാത്രം അവരുടെ ഒരു ഓർമ്മയിലുള്ളൂ അല്ലെ? അല്ലാതെ വെറ്റ് നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഇത് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ കൂടുതലായിട്ട്. ഇത് മനുഷ്യര് കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായി, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുറെയൊക്കെ. അന്നത്തെ കാലത്ത് സ്കൂളില് നമ്മൾ എത്ര മഴ നനഞ്ഞാണെങ്കിലും എല്ലാവരും പോയിരുന്നല്ലേ സ്കൂളില്? നല്ല രസമായിരുന്നു അത്. നനഞ്ഞ ഫസ്റ്റ് വീട് മുഴുവൻ നമ്മളുടെ പാവാടയൊക്കെ ഉണക്കാനായിരിക്കും. നനഞ്ഞിട്ട് കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ടാവും. മുടി പിന്നിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മുടിയുടെ അറ്റത്തൊക്കെ മുടി നമ്മൾ ഫുള്ള് ഇങ്ങനെ പിന്നിട്ടിരുന്നുണ്ടല്ലോ, റിബണൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അറ്റം മുഴുവൻ മഴ നനഞ്ഞിട്ട് നൊട്ടിക്കിടക്കായിരിക്കും. എന്നിട്ട് അതൊക്കെ വിടർത്തുന്നത് ഇതൊക്കെ ഒരു ഓർമ്മയാണ് സ്കൂളില്. പിന്നെ ഉച്ചയ്ക്ക് ആ മഴയത്ത് ചൂട് നല്ല കഞ്ഞി ഉണ്ടെങ്കിൽ സ്കൂളിലൊക്കെ വന്ന് കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞി പയറൊക്കെ ആയിരുന്നു ആ സമയത്ത്. ആ മഴയത്ത് ആ ചൂട് കഞ്ഞി അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി ക്ലാസ്സിലിരുന്ന് കഴിക്കുന്നത് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു അല്ലെ? അത്ര സന്തോഷം ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊന്നും ഇല്ല. മഴയാണെങ്കിൽ എപ്പോഴാണ് കളക്ടർ ലീവ് പറയുന്നതെന്ന് നോക്കിയിരിക്കുകയാണല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ടീച്ചർ, പിന്നെ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പായസമൊക്കെ ഉണ്ടാവില്ല. അന്ന് ഉച്ചക്കഞ്ഞി ഉണ്ടാവില്ല ആരുടെയും. ശരിയാണ്. പിന്നെ നമുക്ക് മഴ ഇടിപ്പിച്ച് പിടിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ പണ്ടൊക്കെ അവധി തരാറുണ്ട്. സ്കൂളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലും മരങ്ങളൊക്കെ വീണ അങ്ങനെയൊക്കെ ചെറിയ ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ചൂരൽമലയില് ഉരുൾപൊട്ടിയത് വയനാട്ടിലാണ്. അതിനിപ്പോഴും ഒരുപാട് പേര് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഭൂമിക്ക് അതിൽ ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്കൂള് നമുക്കൊരു നല്ല ഓർമ്മയാണ് അല്ലെ? നല്ലൊരു ഓർമ്മയാണ്. ഓർക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഓർമ്മകളിൽ ഒന്നാണ് സ്കൂള്.
പ്രത്യേകിച്ച് അത് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ എത്തിച്ചേർന്നത്, ടൈം ടേബിളിലൂടെ ബെൽസിലൂടെയാണ് അത് എത്തിച്ചേർന്നത്. ഓക്കെ, ചില സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് നല്ലതാണ്. എന്തൊക്കെയൊക്കെ പഴയ ഓർമ്മകളൊക്കെ അവരെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു നിശ്ചിത ഇടവേളകൾക്ക് കൂടി ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ടീച്ചേഴ്സിന് ലക്ഷ്യ ടൈം കൊടുക്കാറുണ്ടോ? ടീച്ചേഴ്സിന് ടീച്ചർ ഫ്രീ പീരീഡ് കൊടുക്കും റിലാക്സേഷന് വേണ്ടി. ഓരോ ദിവസം പീരീഡ് ഉണ്ടായിരിക്കും അല്ലെ, കാരണം കണ്ടിന്യൂസ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ലക്ഷ്യ ടൈം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ എന്താണ് അങ്ങനെ കൊടുക്കും. അല്ലാതെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു ക്ലാസ് കണ്ടിന്യൂസ്ലി എടുത്തു പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇൻ കേസ് ഇനിയിപ്പോ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ അതുപോലെ തന്നെ പോകാൻ പറ്റണമെന്നും പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ ടീച്ചേഴ്സിനെ അങ്ങോട്ട് മാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ചിലപ്പോൾ വന്നെന്നില്ല. അത് സ്കൂൾ അധികാരികളായിരിക്കും അത് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, യെസ്. എന്നിരുന്നാലും എന്താണ്, ഒരു സ്കൂളിന്റെ നല്ല നടത്തിപ്പിന് പ്രധാനമായിട്ട് എന്ത് വേണം, ഒരു നല്ലൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പോ ദീസ് ആർ ദ കണ്ടന്റ്സ് ഓഫ് എ ടൈം ടേബിൾ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ എന്തൊക്കെയാണെന്ന്. ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ, ടൈം ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്, subjects and activities offered during a specific period, dates on which each subject and each activity is to be handled, then names of teachers in charge of each division of each standard, room in which each class meets, details respective the recess period. Okay. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ തരാം. നാളെ ഉണ്ടല്ലോ നമുക്ക്, ഇല്ലേ ക്ലാസ്സില്ലേ? യെസ് ടീച്ചർ, ഫ്രൈഡേ അല്ലേ? യെസ്, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ 3 ടൈപ്സ് ഓഫ് വരുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ക്ലാസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ ആൻഡ് മാസ്റ്റർ ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. This is mean for the classes. This will show the dissemination of subject. There should be a general timetable showing class-wise distribution of subjects. എന്താണ് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്? എന്ത് റിലേറ്റഡ് ആണത്? ക്ലാസ് ടൈം ടേബിൾ സബ്ജക്ട് വൈസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഓരോ സബ്ജക്ട്സിനും ഇത്ര പീരീഡ്. നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്ലാസ് വൈസ് തിരിച്ചിട്ടായിരുന്നു. ഇപ്പൊ ഓരോ ഡിവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ക്ലാസ് അനുസരിച്ചിട്ടാണ് ഏത് സബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത്, ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ക്ലാസ്സിൽ ഇപ്പൊ ഫസ്റ്റ് പീരീഡ് ഇപ്പഴത്തെ ക്ലാസ്സിൽ മലയാളം ആണെങ്കിൽ അപ്പഴത്തെ ക്ലാസ്സിൽ മലയാളം തന്നെ ആയിരിക്കോ? ആണോ? അല്ല, ഇല്ല. പക്ഷെ 2 ടീച്ചേഴ്സ് ഉണ്ടെങ്കിലോ ഉണ്ടാവും. LP സെക്ഷൻ ടീച്ചേഴ്സിന്റെ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ക്ലാസ് ടൈം ടേബിൾ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഓരോ സബ്ജക്ട് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് ടൈം ടേബിൾ തരംതിരിക്കുന്നത്. യെസ്, ഞാനത് നിർത്തുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞു, ഇത് കുറച്ചും കൂടി ഉള്ളത് ഈ ചാപ്റ്ററിൽ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇനി അപ്പോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ പേരുകളൊന്നും ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞു, ഓഫീസ് മാനേജ്മെന്റ് കഴിഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് കഴിഞ്ഞു. ഫോർത്ത് ചാപ്റ്റർ എന്താണ്? കമ്മ്യൂണിക്കേഷനോ? എടുത്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞു. ഫിഫ്ത്ത് ഡെവലപ്മെന്റ് പ്രൊഫൈല്. സിക്സ്ത് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല? സിക്സും 7ഉം എടുക്കാനുണ്ട്, ബാക്കിയൊക്കെ എടുത്തു. 8 മുതലാ പിന്നെ എടുത്ത്. 7 ടീച്ചർ എടുക്കാം. 7 ഏതായിരുന്നു? പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് പ്രോഗ്രാംസ് ആണ്. കമ്മ്യൂണിറ്റി പ്രയർ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 8ല് നമ്മുടെ ഗുഡ് മാനേഴ്സ് ആണ്, കുട്ടികളുടെ ജനറൽ അതെടുത്തായിരുന്നു. ഗുഡ് മാനേഴ്സും സൂപ്പർവൈസിംഗ് റിപ്പോർട്ടിംഗ് എടുത്തു. പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ് എടുത്തു. അപ്പൊ ഇനി ഡെവലപ്മെന്റ് പ്രൊഫൈലും സ്ട്രക്ചറും
പിന്നെ മാത്രമേ ഉള്ളൂ. ആ 5 മുതൽ 7 ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഓക്കെ. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞല്ലോ അപ്പോ. ഇംഗ്ലീഷ് പോർഷൻ ഓൾറെഡി കഴിഞ്ഞു ടീച്ചർ. ഇംഗ്ലീഷ് ഓൾറെഡി കഴിഞ്ഞു പറഞ്ഞു. നിങ്ങളുടെ 6th ബാച്ചും 7th ബാച്ചും ഒരുമിച്ചായിരിക്കും തീരാൻ പോകുന്നത്. ഇംഗ്ലീഷ് ടീച്ചർ എന്താ പറഞ്ഞതെന്നറിയോ? നമ്മള് നല്ല കുട്ടികളായതുകൊണ്ടാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നതെന്ന് പറഞ്ഞു. കോംപ്ലിമെന്റ് അത് ഒക്കെ പറഞ്ഞു ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അത്രയും ബേർഡൻ മാറിക്കിട്ടറിയ ചാപ്റ്റർ തീർക്കാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് പിന്നെ ഇത്രയും ചാപ്റ്റേഴ്സ് പോയത്. മറ്റു ക്ലാസ്സിലൊന്നും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം സ്റ്റുഡൻസ് ആണ് അതില്. അപ്പൊ അവര് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇങ്ങനെ വന്നു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ പോർഷൻസ് പോയില്ല. അങ്ങനെ ഒരു ക്ലാസ് ആണ് അത്. നമ്മള് പിന്നെ എല്ലാവരും അനങ്ങാതിരിക്കുന്നതുകൊണ്ട് പിന്നെ ടീച്ചറുടെ പോഷൻ വേഗം കഴിയും. സമയം വേസ്റ്റ് ആവില്ല. ഓക്കെ. നാളെ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോ നിർത്താണ് കേട്ടോ. ഓക്കെ, നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. മിസ്സിന്റെ തലവേദന കുറവായോ? കുറഞ്ഞതോ മാറി, കുഴപ്പമില്ല. മഴയായില്ലേ, കുഴപ്പമില്ല. വെയിലുള്ള സമയത്താണ് തോന്നുന്നത്. ചൂട് കൂടുമ്പോഴാണ്. പിന്നെ വന്നിട്ടില്ല. ഉണ്ടായിരുന്നു, മാറി. ഞാൻ ചോദിക്കാൻ പോവായിരുന്നു, കാരണം ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ ഭയങ്കര തലവേദനയായിട്ട് മരുന്ന് കഴിക്കാറില്ല. മരുന്ന് കഴിക്കാതിരിക്കുന്നത് ശരിയായ തീരുമാനമാണോ ടീച്ചർ? മരുന്ന് കുറെ കഴിച്ചിട്ടുള്ളതാണ് കഴിക്കില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായ? ഹോമിയോ ആകുമ്പോ നമുക്ക് കഴിക്കാൻ എളുപ്പമാണ്. എനിക്ക് പണ്ട് ടോൺസിലൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ 1.5 year കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ട് ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല. മറ്റേ ഇടക്കിടക്ക് മന്ത്ലി എനിക്ക് തൊണ്ടവേദന വരുമായിരുന്നു. ഇവിടെ പറഞ്ഞതിന് ശേഷം എന്റെ തലവേദന മാറി. ക്ലാസ്സിലൊന്നും പറഞ്ഞില്ലേ? എന്താ മാറില്ല. അത് നമ്മളുടെ കൂട്ട പ്രാർത്ഥന കൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ പവർ. അതെ അതെ. അതൊക്കെ അപ്പൊ മഴയൊക്കെയാണ്. എല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിലൊക്കെ തന്നെ ഇരിക്കുക. പുറത്ത് പോകുമ്പോ സൂക്ഷിക്കുക കേട്ടോ. സ്കൂള് തുറക്കാറായില്ലേ? തിങ്കളാഴ്ച സ്കൂള് തുറക്കാണ്. ഇനി ഒരു ഓട്ടോ ആയിരിക്കും. ഒരു മാർച്ച് വരെ ഇനി ആർക്കറിയാൻ തുറക്കുവോന്ന്? ഭയങ്കര മഴയൊക്കെയാണ്, വീണ്ടും മാറ്റുമായിരിക്കും. മിസ്സിന് ഒരു മോളാണോ മോനാണോ ഉള്ളത്? മോനാണ്. എന്ത് പ്രായമുണ്ട്? ഇവിടെ ഉണ്ട് ആളിവിടെ ഉണ്ട്. മോനെ കാണിച്ച ക്ലാസ് സ്റ്റുഡിയോന് പുറത്താണ്. അവിടെ അടുത്ത് ടീച്ചേഴ്സിനോട് ഇരിപ്പുണ്ട്. എന്താ പേര് ടീച്ചർ? പേര് ആദിത്ത്. എത്രയല്ലേ പഠിക്കുന്നു? ഫോർത്തില്. Okay, we'll wind up here. Okay, thank you. Have a nice day. Thank you so much. Thank you, miss. Thank you. Have a nice day. Okay, miss. Thank you. Thank you.